ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാനൊരു ട്രേഡിൽ ജസ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രേഡിൻ്റെ കുഴപ്പം, ട്രേഡിൻ്റെ അല്ല, നമ്മളുടെ ഒരു കുഴപ്പം പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട ഇത്രയും വലിയ ഫോൾ കിട്ടിയതിന് ശേഷം ഇപ്പോഴും നമ്മളുടെ സ്ട്രൈക്ക് പ്രൈസ്, കാരണം ഞാൻ നമ്മുടെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ക്ലോസിൽ ജസ്റ്റ് നമ്മുടെ ആ എൻട്രി പോയിൻ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്യണുണ്ട്. ആ ക്ലോസിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ലോയെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തു. ഇപ്പോഴും നോക്കി ഇത്രയും ഡൗൺഫോൾ കിട്ടിയിട്ടും ജസ്റ്റ് നമ്മളുടെ പ്രീമിയം കൂടാത്ത അല്ല ആക്ച്വലി അതെന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്ത് അത്രയും താഴത്ത് വന്നപ്പോഴാണ് സ്ട്രൈക്ക് ചെയ്തത് നമ്മളുടെ പ്രൈസിനെ. സോ എൻട്രി വന്നിട്ട് അത്രയും താഴത്തായിപ്പോയി. കുഴപ്പമില്ല, ഇനിയിപ്പോൾ അത്രയും വലിയൊരു മീൻസ് നമ്മളുടെ കാണിക്കുന്ന അത്ര പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. താഴത്തോട്ടാണ് വരുന്നത്. നമ്മളുടെ ഒരു ടാർഗറ്റ് ഏരിയ ആ ഒരു റീജിയൻ എത്തുകയാണെന്നുണ്ടെങ്കിൽ 408 ഇപ്പോൾ അതേ നെഗറ്റീവിലോട്ടും ആയിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് എനിക്ക് പ്ലാൻ ചെയ്യാൻ തോന്നിയത്. ഇമ്മീഡിയറ്റ്ലി ഒരു നല്ലൊരു ഫോളോ വരും എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഉടനെ ട്രെയിനിൽ എൻട്രി എടുത്തത്. അപ്പോൾ ഭയങ്കര ഒരു ഫാസ്റ്റ് മൊമെൻറ്റമായിരുന്നു. അത്രയും താഴത്ത് എന്നിട്ട് ഈ ഒരു പ്ലേസിൻ്റെ ഇതിനേക്കാളും താഴത്ത് എന്നിട്ടാണ് നമുക്ക് എക്സിക്യൂട്ട് ആയത് നമ്മളുടെ ഓർഡർ. പിന്നെ ഇപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല. 54,800 പുട്ട് ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും നമുക്ക് വെച്ചേക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിൻ്റെ ഹൈയിൽ വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ലൈനിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാനുവലി എക്സിറ്റ് ചെയ്യാം. പിന്നെ അവിടെ ചെന്നിട്ട് വീണ്ടും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിജക്ഷനാണ് അവിടുന്ന് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ലൈനിൻ്റെ അവിടുന്ന് ഒരു റിജക്ഷനാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സെയിം സ്ട്രൈക്ക് പ്രൈസിൽ തന്നെ ഒന്നും കൂടെ എൻട്രി എടുക്കാം. ഇപ്പോൾ അത്യാവശ്യം അതൊരു നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലായിരുന്നു ഞാൻ എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ സംഭവിക്കുന്നതാണ്. അത് വലിയൊരു റിജക്ഷൻ ക്യാൻഡിലായി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡും കൂടെ എടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജസ്റ്റ് മേളിലോട്ടല്ല, നമ്മളുടെ ക്യാൻഡിലിൻ്റെ നമ്മളുടെ ലൈനിൽ ഒരു റിജക്ഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു ട്രേഡ് എടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇവിടെ ലൈനിന് അത്യാവശ്യം റിജക്ഷൻ എടുക്കുന്നുണ്ട്. റൈറ്റ്, നമുക്കൊരു കാര്യം ചെയ്യാം ട്രേഡേഴ്സ്, ഒന്നും കൂടെ ഞാൻ ആ സ്ട്രൈക്ക് പ്രൈസിൽ തന്നെ എൻട്രി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലൈനിനെ നമുക്ക് പറയാൻ പറ്റില്ല, ഇനി മേളിലോട്ടാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് സെയിം സ്ട്രൈക്ക് പ്രൈസിലാണ് എടുത്തത്. ഇതിൻ്റെ അകത്ത് വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാനോ മാർക്കറ്റ് നമ്മുടെ ലൈനിനെ മേളിലോട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കാരണം മേളിലോട്ടാണ് ബ്രേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം മേളിലേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ റിസ്ക് എടുക്കുന്നതിൽ കാര്യമില്ല. ഓക്കെ, ക്യാൻഡിൽ അത്യാവശ്യം റിജക്ഷൻ കാണിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ട്രേഡിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എൻട്രി പോയിൻ്റ് തന്നെയായിരിക്കും ട്രേഡ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ട്രേഡിൽ നമുക്ക് ലോസ് ഉണ്ടാവില്ല. നമ്മൾ പ്രീവിയസ്ലി ബുക്ക് ചെയ്ത ലോസ് വെച്ച് തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അത് വേറൊന്നും കൊണ്ടല്ല, പിന്നെ മേളിലേക്ക് ഫർദർ ഒരു മൊമെൻറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈനിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് അപ്സൈഡ് മൊമെൻറ്റം ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, അത്യാവശ്യം മാർക്കറ്റ് ഒരു റിജക്ഷൻ കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് ഈ ഒരു ഏരിയ വെച്ച് വീണ്ടും തിരിച്ച് 746.37 നമുക്ക് എൻട്രി കിട്ടിയത്. നമുക്ക് സെയിം പ്രൈസിൽ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് 46, 47, 50, 45ഉം 46ഉം സെയിം എൻട്രി പ്രൈസിൽ തന്നെ കൊണ്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ വെച്ചേക്കാം. വീണ്ടും താഴത്തോട്ട് 50 അത്യാവശ്യം റിജക്ഷൻ കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി 50. ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സ്ട്രൈക്ക് പ്രൈസിൽ സെയിം എൻട്രി പ്രൈസിൽ തന്നെയാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൊണ്ടുവച്ചത്. സോ ഈ ഒരു ട്രേഡിൽ ഇനി മേളിലോട്ടാണ് പോകണമെങ്കിലും ബ്രേക്ക് ചെയ്യുന്നെങ്കിലും ഇതിൻ്റെ അതിന് ടെൻഷനില്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയും. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് ട്രേഡേഴ്സ്. ജസ്റ്റ് എൻ്റെ ഒരു കൺവിക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് മാർക്കറ്റ് റിജക്ഷൻ കാണിച്ചപ്പോൾ താഴത്തോട്ട് വരുമെന്ന് വിചാരിച്ചാൽ ഞാൻ വീണ്ടും അവിടെ തന്നെ ഒരു എൻട്രി എടുത്തു. ട്രേഡേഴ്സ് അടുത്തൊരു 2 ട്രേഡ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഒരു സൈക്കോളജി അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളുടെ സെറ്റപ്പ് ഫോം ആവണതിന് മുന്നേ ഞാൻ എടുത്തൊരു ട്രേഡായിരുന്നു. അതിൽ ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. അത് കാരണം അത് വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുത്തില്ല. ഞാൻ ആ ഒരു ഇൻവേർട്ടഡ് ഹാമറിൻ്റെ ക്യാൻഡിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണമല്ലേ, അതിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ താഴത്തോട്ട് ഒരു പുട്ട് സൈഡ് എൻട്രിയാണ് എടുത്തത്. പക്ഷേ അവിടുന്ന് റിവേഴ്സൽ ഫോം ചെയ്യണ കണ്ട് തിരിച്ച് മാർക്കറ്റ് മേളിലേക്ക് പോകാൻ തുടങ്ങിയ ഉടനെ തന്നെ ഞാൻ അവിടുന്ന് നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയത്
ആ ഒരു ബാഹുബലി ടൈപ്പ് ഓഫ് ക്യാൻഡിൽ കണ്ടോ, അതിൻ്റെ തൊട്ട് മുന്നിലത്തെ ഹാമർ ക്യാൻഡിലിൽ ഞാൻ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തു. കോൾ സൈഡിൽ ആ ഒരു ഹാമർ ക്യാൻഡിൽ ഒരു സിംഗിൾ ക്യാൻഡിലിൽ തന്നെ നമ്മുടെ പ്രോഫിറ്റ് എനിക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഇന്ന് ഓവറോൾ നമ്മളുടെ ഒരു 3000 പ്ലസിൻ്റെ ഒരു ലോസ് ആയിരുന്നു നമ്മൾ രാവിലെ ബുക്ക് ചെയ്തിരുന്നത്. അതിനെ ഓവർകം ചെയ്ത് ഒരു 1000 റുപ്പീസിൻ്റെ ലോസിലേക്ക് കൊണ്ട് നിർത്താൻ സാധിച്ചു. ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഇറ്റ്, താങ്ക് യു.